സോ നിങ്ങളൊരു കംപ്ലീറ്റ് ബിഗിനറാണ് അല്ലെങ്കിൽ ഒരു ബിഗിനറാണ്. സോ ബഗ് ബൗണ്ടിയെ കുറിച്ച് എവിടെ കേട്ടു, അപ്പോൾ യൂട്യൂബിൽ നേരെ പോയിട്ട് സെർച്ച് ചെയ്തു ബഗ് ബൗണ്ടി മലയാളം. ആ ഒരു സമയത്ത് ഹാക്ക് ഫയൽസിൽ എത്തിപ്പെട്ട്. ഒട്ടും പേടിക്കണ്ട, കറക്റ്റ് സ്ഥലത്താണ് വന്നേക്കുന്നത്. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ ബഗ് ബൗണ്ടി സ്റ്റാർട്ട് ചെയ്യും. ഒരു ബിഗിനറാണ്, നിങ്ങൾക്കൊന്നും അറിയത്തില്ല, എങ്ങനെ ബഗ് ബൗണ്ടി സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ ഒരു ഫീൽഡ് ത്രൂ ഔട്ട് നിങ്ങൾക്ക് വേണ്ടൊരു സംഭവമാണ് ക്ഷമയും അതുപോലെ തന്നെ ഗിവ് അപ്പ് ചെയ്യാത്തൊരു മൈൻഡ് സെറ്റും എന്ന് പറയുന്നത്. ഈ രണ്ട് സംഭവം ഇല്ലെങ്കിൽ നിങ്ങൾ ബഗ് ബൗണ്ടി തുടങ്ങാതിരിക്കുക, നിങ്ങൾക്ക് പറ്റിയ പണിയല്ല. സോ ഈ ഒരു സംഭവം നിങ്ങൾക്ക് വേണം. സോ ഇപ്പോൾ നിങ്ങൾ റൈറ്റപ്പ് വായിക്കുകയാണെങ്കിൽ, ബഗ് ബൗണ്ടി റിപ്പോർട്ട് വായിക്കുകയാണെങ്കിൽ, ഇനിയിപ്പോൾ ഈ വീഡിയോ കാണുകയാണെങ്കിലൊക്കെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് അവരെന്താണ് പറയുന്നത് നോക്കുക. ചിലപ്പോൾ മേ ബി നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്ന സ്ഥലത്തായിരിക്കും നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് മിസ്സാവുന്നത്. ഇനിയിപ്പോൾ എങ്ങനെ പഠിച്ചു തുടങ്ങണമെന്ന് പോകാം. സോ ഫസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ലിനക്സിൻ്റെ ഫണ്ടമെൻറ്റൽസ് പഠിക്കുക. ഇത് മസ്റ്റാണ്, ഡെവലപ്മെൻറ്റ് ആണെങ്കിലും സൈബർ സെക്യൂരിറ്റി ആണെങ്കിലും. സോ നിങ്ങൾക്ക് LS CD RMF ഒക്കെ അറിയാമെന്ന് വെച്ച് നിങ്ങൾക്ക് ലിനക്സ് ഫുള്ള് അറിയണമെന്നില്ല. സോ ലിനക്സിൻ്റെ കംപ്ലീറ്റ് കോഴ്സ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് വീഡിയോ ആയിട്ട്. സോ അത് കാണുക. സോ അതിൽ നമ്മൾ ലിനക്സിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ കവർ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് വീഡിയോ കാണാൻ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാക്ക് ദ ബോക്സ് അക്കാഡമിയിൽ ലിനക്സ് ഫണ്ടമെൻറ്റൽസിൻ്റെ സംഭവം ഉണ്ട്, അതും എടുക്കാം. ഞാൻ ഒരിക്കലും എൻ്റെ കണ്ടൻസ് ഫുള്ള് ഫോളോ ചെയ്യണം അല്ലെങ്കിൽ എൻ്റെ കണ്ടൻസിലൂടെ മാത്രം പോകാമെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് എല്ലാം നിങ്ങൾ നോക്കണം. സോ നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടായിട്ടുള്ളത് അതിലോട്ട് പോവാം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. സോ നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നില്ലെങ്കിൽ ഈ വീഡിയോ എടുത്ത് ഒഴിവാക്കി പോകാം. പിന്നെ നെറ്റ്വർക്കിൻ്റെ ബേസിക്സ് ഞാൻ പഠിക്കണമെന്ന് പറയില്ല, ബട്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഒരു ബെറ്ററാണ്. സോ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഹാക്ക് ദ ബോക്സ് അക്കാഡമിയിൽ പഠിക്കാവുന്നതാണ്. സോ അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ബട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് വെബ് ഫണ്ടമെൻറ്റൽസ് ആണ്. HTTP എന്താ, HTTPS എന്താ, പിന്നെ അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്, DNS തുടങ്ങിയ, പിന്നെ അതുപോലെ തന്നെ HTML, CSS, ജാവാസ്ക്രിപ്റ്റ്, ഇതുപോലുള്ള കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക. പിന്നെ സർവർ സൈഡ് ആയിട്ടുള്ള ലാംഗ്വേജസ് ആയ PHP അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റിൻ്റെ റൺ ടൈം ആയിട്ടുള്ള Node.js, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുക. സോ ബേസിക് ആയിട്ടുള്ളൊരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റിൻ്റെ ബേസിക് കാര്യങ്ങൾ പഠിക്കുക. കാരണം നിങ്ങൾ നാളെ ഹണ്ട് ചെയ്യാൻ പോകുന്നത് ഒരു വെബിലാണ്. സോ നിങ്ങൾ ചെയ്യാൻ പോകുന്ന നിങ്ങളുടെ പണി എന്താ, ഡെവലപ്പേഴ്സിൻ്റെ തെറ്റുകൾ കണ്ടുപിടിക്കുക, അതിൽ എന്തെങ്കിലും സെക്യൂരിറ്റി ഇമ്പാക്റ്റ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വെബ് എങ്ങനെ വർക്ക് ചെയ്യേണ്ടതെന്ന് അറിയില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ അതിൽ കണ്ടുപിടിക്കും? സോ ഇതറിയാതെയും ഹണ്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ട്, ഇല്ല എന്നല്ല, ബട്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരേക്കാൾ ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റും. സോ കുറേ പേര് ബഗ് ബൗണ്ടി റൈറ്റപ്സും അതുപോലെ തന്നെ ഹാക്കർ വണ്ണത്തെ റിപ്പോർട്ട്സ് മാത്രം വായിച്ചിട്ട് അതുപോലെ അങ്ങ് ഡൊമൈൻസിൽ ഹണ്ട് ചെയ്യുന്നവരുണ്ട്. ബട്ട് അങ്ങനെ ചെയ്യുമ്പോൾ സമയത്ത് നിങ്ങൾക്ക് ബൗണ്ടിയൊക്കെ കിട്ടായിരിക്കാം, ബട്ട് നിങ്ങൾക്ക് കുറേ ടൈം എടുക്കാം മേ ബി. ബട്ട് നിങ്ങൾക്ക് എല്ലാം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഹണ്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 1 month അല്ലെങ്കിൽ 2 month കൊണ്ടൊക്കെ ഒരു ഫസ്റ്റ് ബൗണ്ടിയിലോട്ട് എത്താം. സോ ഇതിന് പല വഴികളുണ്ട്, ബട്ട് ബെറ്റർ ആയിട്ടുള്ളൊരു വേ ആണ് ഞാൻ പറയുന്നത്. സോ അതിലൂടെ ഷോർട്ട് കട്ട്സും ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് റൈറ്റപ്സും കാര്യങ്ങളൊക്കെ വായിച്ചിട്ട് ചെയ്യാൻ പറ്റും, ബട്ട് അതൊരു ബെറ്റർ ആയിട്ടുള്ള വേ അല്ല. നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് അറിയണം. ഓക്കെ, അപ്പോൾ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും പറയുന്നതാണ് പോർച്ചുഗൽ അക്കാഡമി എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, വെബ് ഫണ്ടമെൻറ്റൽസും ലിനക്സിൻ്റെ ബേസിക്സും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യു ആർ റെഡി ടു ഗോ. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ റൈറ്റപ്സ് വായിക്കുക, ഹാക്കർ വണ്ണത്തെ റിപ്പോർട്ട്സ് വായിക്കുക, പിന്നെ ട്വിറ്റർ നോക്കുക. ട്വിറ്ററിൽ കുറേ ബഗ് ബൗണ്ടി ഹണ്ടിങ്ങിൻ്റെ കുറേ പേജസ് ഉണ്ട്, അതൊക്കെ എല്ലാം ഫോളോ ചെയ്യുക. ഇപ്പോൾ അവർ ഡെയിലി ഓരോ കണ്ടൻസും കാര്യങ്ങളൊക്കെ ഇടുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ കുറേ കണ്ടൻസ് ട്വിറ്ററിലും ഉണ്ട്. സോ ട്വിറ്ററിലൊക്കെ ഫോളോ ചെയ്തിട്ട് വെച്ചാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമ്മൾ എപ്പോഴും ആ ഒരു ഇതിനുമായിട്ട് കണക്റ്റഡ് ആയിക്കൊണ്ടേയിരിക്കും. സോ ഇതിൻ്റെ ടച്ച് വിടാതിരിക്കുക. വൺസ് ബഗ് ബൗണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടച്ച് വിടാതിരിക്കുക. ടച്ച് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിലോട്ട് കയറുക എന്നുള്ളത് ഒരു കുറച്ച് ടഫായിട്ടുള്ള കാര്യമാണ്. സോ നിങ്ങൾ ആക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്സിലൊക്കെ ജോയിൻ ചെയ്യുക. എൻ്റെ ഹാക്ക് ഫയൽസ് കമ്മ്യൂണിറ്റി ഉണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് വേണമെങ്കിൽ താഴെ കമൻറ്റ് ഇടാം, ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ അയച്ചു തരേണ്ടത്. സോ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ കയറുക, ഇതുപോലെ എൻഗേജ്ഡ് ആവുക എപ്പോഴും. പിന്നെ നിങ്ങളൊരു യൂട്യൂബ് ഉണ്ടെങ്കിൽ നിങ്ങൾ പുതിയൊരു യൂട്യൂബ് അക്കൗണ്ട് തുടങ്ങാം. എന്താ വെച്ചാൽ, പുതിയ അക്കൗണ്ട് തുടങ്ങാൻ പറയുന്നത് വെച്ചാൽ, ഇല്ലെങ്കിൽ പഴയ ഓരോ ന്യൂസും ഓരോ റീലും ഓരോ നിങ്ങൾ ഡിസ്ട്രാക്റ്റ് ചെയ്യേണ്ട ഓരോ സാധനങ്ങൾ വരും. അതുകൊണ്ടാണ് ഞാൻ പുതിയൊരു അക്കൗണ്ട് ഉണ്ടാക്കാൻ പറയുന്നത്. പുതിയൊരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിൽ നിങ്ങൾ ബഗ് ബൗണ്ടിയെക്കുറിച്ച് സെർച്ച് ചെയ്യുക.
ബഗ് ബോണ്ടീൻ്റെ POC വീഡിയോസ് കുറേ വരും. സോ ഓരോ ബഗിൻ്റെയും POC വീഡിയോസ് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ നിങ്ങളുടെ ഫീഡിൽ ഫുള്ള് വരാൻ പോകുന്നത് ബഗ് ബോണ്ടി റിലേറ്റഡ് അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടൻസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് പോകില്ല. നിങ്ങൾ ഏത് വീഡിയോ എടുത്താലും അതിൻ്റെ സജഷൻ വരുന്നത് ബഗ് ബോണ്ടി റിലേറ്റഡ് വീഡിയോസ് ആയിരിക്കും. ഈ ഒരു സംഭവം ചെയ്യുക. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഈ ഒരു സെയിം സംഭവം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫുള്ളായിട്ട് നിങ്ങളുടെ എൻവിറോൺമെൻറ്റ് ഫുള്ളായിട്ട് ബഗ് ബോണ്ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തോട്ട് എൻഗേജ് ചെയ്യുക. സോ ഇപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം എടുക്കുമ്പോൾ പുതിയ അക്കൗണ്ട് ആണെങ്കിൽ ഫുൾ ബഗ് ബോണ്ടി കാര്യങ്ങൾ. ഇനിയിപ്പോൾ വാട്സപ്പ് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്സിൽ അതിലും ബഗ് ബോണ്ടി കാര്യങ്ങൾ റിലേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ടെലിഗ്രാം ആണെങ്കിലും അങ്ങനത്തെ ഗ്രൂപ്പിൽ കയറുക. പിന്നെ ട്വിറ്ററിൽ ഇടയ്ക്കിടയ്ക്ക് നോട്ടിഫിക്കേഷൻ വരും, അപ്പോൾ വീണ്ടും അതിലിട്ട്. പിന്നെ യൂട്യൂബ് എടുക്കുകയാണെങ്കിൽ അതും POC വീഡിയോസും കാര്യങ്ങളും. അപ്പോൾ ഫുള്ളി നിങ്ങൾ ബഗ് ബോണ്ടി ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. മെയിനായിട്ടുള്ളൊരു സംഭവമാണ് അടുത്ത് പറയാൻ പോകുന്നത്, പോഡ്സിഗർ ലാബ്സ് ചെയ്യുക എന്നുള്ളത്. സോ പോഡ്സിഗർ ലാബ്സ് ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് കുറേ പേര് ചെയ്യുന്ന മിസ്റ്റേക്കാണ്. ഞാനും ഫസ്റ്റ് ചെയ്തൊരു മിസ്റ്റേക്കാണ്. ഞാനും കുറേ ലാബ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ ലാബ് ചെയ്ത് ബട്ട് ഹണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നില്ല. സോ ഞാൻ എൻ്റെ ഒരു ഇതിലെന്ന് വെച്ചാൽ എല്ലാ ബഗ്ഗും പഠിച്ചിട്ട് ഹണ്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ ഒരിക്കലും ആ ഒരു സംഭവം നടക്കില്ല. എല്ലാവരും ഇപ്പോൾ ഹണ്ട് ചെയ്യുന്ന എല്ലാവരും എല്ലാ ബഗ്ഗും അറിഞ്ഞിട്ടല്ല. സോ ലാബ് ചെയ്യാതെ വരെയും ഹണ്ട് ചെയ്യുന്നവരുണ്ട്. സോ നിങ്ങൾ ഇപ്പോൾ പോഡ്സിഗർ അക്കാഡമി ആണെങ്കിൽ കുറേ ബഗ്സ് അതിലുണ്ട്. അതിൽ ലേണിംഗ് പാത്തിൽ കുറേ ബഗ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ബഗ് എടുക്കുക. സോ അതിന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന സമയത്ത് ഒരു ഡെവലപ്പർ എങ്ങനെയാണ് ഈ ഒരു ഫീച്ചർ ബിൽഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എവിടെയാണ് ബഗ് വരാൻ സാധ്യതയുള്ളത്, ഓക്കെ. സോ എങ്ങനെയൊക്കെ ഇത് എക്സ്പ്ലോയിറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ പഠിക്കാം. പിന്നെ എങ്ങനെയൊക്കെ ഇത് പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ പഠിക്കാം. എന്തിനാണ് പ്രിവെൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ പഠിക്കുന്നത് വെച്ചാൽ, എങ്ങനെയാണ് പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രിവെൻറ്റ് ചെയ്യുന്ന സ്ഥലത്ത് എന്തൊക്കെ പുതിയ വൾണറബിലിറ്റീസ് അല്ലെങ്കിൽ പുതിയൊരു എക്സ്പ്ലോയിറ്റ് സാധ്യത ഉള്ളത് നമുക്ക് മൈൻഡിലോട്ട് വരും. സോ ഇതെല്ലാം ആദ്യം തന്നെ വരും എന്നല്ല, നിങ്ങൾക്ക് ചെയ്ത് എക്സ്പീരിയൻസിലൂടെ നിങ്ങൾക്ക് വരുന്നതാണ്. സോ ആദ്യം നിങ്ങൾക്ക് വന്നില്ല വെച്ചിട്ട് ആരും വറിയാവേണ്ട ആവശ്യമില്ല. പോഡ്സിഗർ അക്കാഡമിയിൽ തന്നെ ഇങ്ങനെ ലാബ് ചെയ്യുന്ന സമയത്ത് സൊല്യൂഷൻ നോക്കാതെ ചെയ്യുക. സൊല്യൂഷൻ നോക്കിയിട്ട് നിങ്ങൾ കുറേ ലാബ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ സൊല്യൂഷൻ നോക്കാതെ ഒരു 1-1.5 മണിക്കൂർ ട്രൈ ഔട്ട് ചെയ്യുക. സോ എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ മാത്രം നോക്കുക. അങ്ങനെ പറയുന്നത് എന്താ വെച്ചാൽ, ഈ ഒരു 1.5 മണിക്കൂറോളം നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. ഗൂഗിളിൽ സൊല്യൂഷൻ അല്ല സെർച്ച് ചെയ്യേണ്ടത്, അതെന്താണ് അങ്ങനെ അതിനെക്കുറിച്ച് സെർച്ച് ചെയ്യുക. സോ അങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറേ ഇൻഫോർമേഷൻസും കാര്യങ്ങളൊക്കെ കിട്ടും. ഇപ്പോൾ നിങ്ങളുടെ മൈൻഡ് പല രീതിയിലോടും തിങ്ക് ചെയ്യും. സോ എല്ലാ വേലോടും തിങ്ക് ചെയ്ത് നിങ്ങൾക്ക് തീരെ കിട്ടുന്നില്ല എന്നുള്ള ഉറപ്പുള്ള സമയത്ത് മാത്രം നോക്കുക. അങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ മൈൻഡിലോട്ട് ഗ്രാസ്പ് ആവും ഈ ഒരു സംഭവം. അത് മാത്രമല്ല, നിങ്ങൾക്ക് വേറെയും നോളജ് അവിടെ കിട്ടുന്നുണ്ട്. സോ ഈ ഒരു സംഭവം ഫോളോ ചെയ്യുക. പിന്നെ പോഡ്സിഗർ അക്കാഡമിയുടെ ഒരു അഡ്വാൻറ്റേജ് ആണ്, റിയൽ വേൾഡുമായിട്ട് വളരെയധികം സിമിലറാണ് അവരുടെ ലാബ്സ് എന്ന് പറയുന്നത്. സോ അവരുടെ ലാബ്സ് തന്നെ കുറേ ചെയ്താൽ മതി. സോ ഇനിയിപ്പോൾ നിങ്ങളൊരു ബഗ് എടുത്ത് പോഡ്സിഗർ അക്കാഡമിയുടെ ലാബ് മൊത്തം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ഹാക്ക് മീൽ അതിൻ്റെ സിമിലറായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ബഗ്ഗിൻ്റെ റൂംസും കാര്യങ്ങളൊക്കെ കിട്ടും. അത് ചെയ്യാം. ഇനിയിപ്പോൾ ചിലപ്പോൾ പെയ്ഡ് ആണെങ്കിലും നിങ്ങൾക്ക് പെയ്ഡ് എടുത്ത് വെച്ചാലും കുഴപ്പമില്ല, ഇറ്റ്സ് വർത്ത്. സോ ഞാനിതുവരെ പെയ്ഡൊന്നും എടുത്തിട്ടില്ല. ബട്ട് സ്റ്റിൽ പെയ്ഡ് എടുക്കാതെ തന്നെ പോഡ്സിഗർ അക്കാഡമി തന്നെ സെറ്റാണ്. ട്രൈ ഹാക്ക് മീ തന്നെ ഫ്രീ റൂംസും ഉണ്ട്. ഇതിനകത്ത് പൈസ ഉണ്ട് എന്നുണ്ടെങ്കിൽ എടുക്കുക, അത്രയേ ഉള്ളൂ. സോ അതുണ്ടായാലേ പറ്റുമെന്നൊന്നും ഒരിക്കലും പറയുന്നില്ല. പിന്നെന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ ഒരു ബഗ് എടുത്ത് അതിനെക്കുറിച്ച് പോഡ്സിഗറത്തെ ലാബൊക്കെ ചെയ്ത് നിങ്ങൾ ഒരു കോൺഫിഡൻസ് എത്തി, ഓക്കെ. നിങ്ങൾക്ക് കോൺഫിഡൻസ് ആയിട്ടില്ലെങ്കിൽ ട്രൈ ഹാക്ക് മീ റൂംസും കൂടി ചെയ്യാം, നേരത്തെ പറഞ്ഞ പോലെ. സോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ HackerOne അല്ലെങ്കിൽ ബഗ്ക്രൗഡ്, ഇൻറ്റഗ്രിറ്റി, ഇങ്ങനെ കുറേ പ്ലാറ്റ്ഫോംസ് ഉണ്ട് നമുക്ക് ഹണ്ട് ചെയ്യാൻ പറ്റുന്നത്. സോ ഇതിൽ ഏതെങ്കിലും എടുക്കുക. HackerOne ആണെങ്കിൽ HackerOne എടുക്കുക. അപ്പോൾ HackerOneൽ എങ്ങനെ ഹണ്ട് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ചാനൽ തന്നെ, വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. സോ അതൊന്ന് കാണാം എങ്ങനെ HackerOneൽ ചെയ്യുക എന്നുള്ളത്. സോ ഒരു ഡൊമെയിൻ എടുക്കുക. സോ ആ ഒരു ഡൊമെയിൻ എടുത്തിട്ട് അതിൽ കുറേ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാകും. നല്ല പ്രോഗ്രാംസ് ചൂസ് ചെയ്യാൻ അതിൻ്റെ അവരുടെ റെസ്പോൺസിൻ്റെ പേഴ്സൻറ്റേജ് നോക്കുക. എങ്ങനെയാണ് അവർ റെസ്പോൺസ് കൊടുക്കുന്നത്, എത്ര ദിവസത്തിൻ്റെ ശേഷമാണ് ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസത്തിൻ്റെ ശേഷമാണ് അവർ റിപ്പോർട്ട് റിപ്ലൈ കൊടുക്കുന്നത്, അതുപോലെ തന്നെ എത്ര പെട്ടെന്നാണ് ഒരു ബഗ് റിസോൾവ് ചെയ്യുന്നത്, ബൗണ്ടി കൊടുക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ സ്കോപ്പ് കാണാൻ പറ്റും, സ്കോപ്പ് ഡൊമെയിൻസ് കാണാൻ പറ്റും. സ്കോപ്പ് എന്ന് പറയുന്നത് ചില വൾണറബിലിറ്റീസൊക്കെ ഔട്ട് ഓഫ് സ്കോപ്പ് ആവും. ഔട്ട് ഓഫ് സ്കോപ്പ് എന്ന് പറഞ്ഞാൽ അവരത് കൺസിഡർ ചെയ്യില്ല, ഓക്കെ. സ്കോപ്പിലുള്ളതെന്ന് പറഞ്ഞാൽ അവർ കൺസിഡർ ചെയ്യുന്ന വൾണറബിലിറ്റീസ് അല്ലെങ്കിൽ ഡൊമൈൻസ്. സോ ആ ഒരു സ്കോപ്പിലുള്ള ഡൊമൈൻസും വൾണറബിലിറ്റീസും നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ബൗണ്ടി കിട്ടുള്ളൂ. സോ പിന്നെ ഈ ഒരു കാര്യം നോക്കുക, എല്ലാ ഡൊമൈൻസും ബൗണ്ടി കൊടുക്കണമെന്നില്ല. സോ ബൗണ്ടി കൊടുക്കുന്ന ഡൊമൈൻസ് നോക്കുക. അതിൽ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബഗ് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട, സ്വാഭാവികമാണ്, ഒറ്റയടിക്ക് കിട്ടുമൊന്നുമില്ല.
കാരണം വളരെയധികം കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു ഫീൽഡാണ് ബഗ് ബൗണ്ടി ഇപ്പോൾ. സോ നിങ്ങളിപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ VDP പ്രോഗ്രാംസ് ഉണ്ട്, ബൗണ്ടി കൊടുക്കാത്ത കുറേ പ്രോഗ്രാംസ് ഉണ്ടാകും. സോ ആ ഒരു പ്രോഗ്രാംസിലെന്ന് പറയുമ്പോൾ കോമ്പറ്റീഷൻ അത്ര ഉണ്ടാവില്ല, ബൗണ്ടി ഇല്ലല്ലോ. സോ അതിൽ നിങ്ങൾ ചെയ്യുക. അപ്പോൾ അതിൽ ബഗ് കിട്ടാനൊക്കെ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. സോ നിങ്ങൾക്ക് അതിൽ ഹാൾ ഓഫ് ഫെയിമും കാര്യങ്ങളൊക്കെ കയറാം, ചിലർ സ്വാഗും കാര്യങ്ങളൊക്കെ തരും. സോ ഹാൾ ഓഫ് ഫെയിമിലും കാര്യത്തിലോട്ടൊക്കെ കയറുമ്പോൾ നിങ്ങൾക്ക് കുറേ കോൺഫിഡൻസ് ഇങ്ങനെ കൂടി വരും. ഹാൾ ഓഫ് ഫെയിമിൽ കയറണമെന്നില്ല, നിങ്ങൾക്ക് ബൗണ്ടി കിട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് കോൺഫിഡൻസ് കൂടി വരും. ഫസ്റ്റ് നിങ്ങളുടെ ഒരു മൈൻഡിൽ ചിലപ്പോൾ ഒരു നോട്ട് അപ്ലിക്കബിൾ ആയിട്ടുള്ളതാണെങ്കിൽ പോലുള്ളൊരു ബഗ് കിട്ടുക എന്നുള്ളതായിരിക്കും. സോ എൻ്റെ ഒരു കേസിലൊക്കെ അങ്ങനെ ആയിരുന്നു. സോ അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഡ്യൂപ്ലിക്കേറ്റ് എങ്കിലും കിട്ടണേ, ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ളൊരു വാലിഡ് റിപ്പോർട്ട്സ് എങ്കിലും കിട്ടണമെന്നായിരിക്കും. ഇനി നിങ്ങൾക്ക് അതും കിട്ടിക്കഴിയും. ഓക്കെ, അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വാലിഡ് ആയിട്ടുള്ളൊരു ബൗണ്ടി അല്ലെങ്കിൽ ഒരു ബഗ് കിട്ടണേ, ഒരു $100 എങ്കിലും ഒരു ബൗണ്ടി കിട്ടണമെന്നായിരിക്കും. യെസ്, ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി കിട്ടും. കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്സിലൊക്കെ ഹണ്ട് ചെയ്യുന്നവരുണ്ടാവും, അവരപ്പം ടീമപ്പ് ചെയ്തിട്ട് ഹണ്ട് ചെയ്യാവുന്നതാണ്, ഡിസ്കോഡിലൊക്കെ ഇട്ടിട്ട് ഹണ്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഹണ്ട് ചെയ്ത് അവർ എങ്ങനെയാണ് ഹണ്ട് ചെയ്യുന്നുള്ള അപ്രോച്ച് നോക്കുക എന്നുള്ള ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. സോ ഇത്രയും കാര്യങ്ങളുള്ളൂ. ബഗ് ബൗണ്ടി എന്ന് പറയുന്നത് വലിയ റോക്കറ്റ് സയൻസ് ഒന്നല്ല, ആർക്കും ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ബട്ട് നിങ്ങൾക്ക് വേണ്ട 2 കാര്യങ്ങളെന്ന് പറയുന്നത് ക്ഷമയും ഗീവ് അപ്പ് ചെയ്യാത്തൊരു മൈൻഡ് സെറ്റുമാണ് വേണ്ടത്. പിന്നെ കണ്ടിന്യൂസ്ലി ലേൺ ചെയ്യാനും ഈ 3 സംഭവങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് സക്സസ്ഫുള്ളി ബഗ് ബൗണ്ടി ഹണ്ടിങ് ചെയ്യാവുന്നതാണ്. സോ പിന്നെ പറയേണ്ടത്, ബഗ് ബൗണ്ടി ഹണ്ടിങ് എന്ന് പറയുന്നത് കോമ്പറ്റീറ്റീവ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ AI ഇൻവോൾവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് നിങ്ങൾക്ക് സ്റ്റിൽ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ബട്ട് ഇറ്റ്സ് മോർ ഡിഫിക്കൽട്ട്. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക. നിങ്ങൾക്ക് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ബഗ് ബൗണ്ടി ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ടെക്കി ഫ്രണ്ട്സിന് മാത്രം അയച്ചാൽ മതി നമ്മുടെ ചാനൽ. സോ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങളുടെ സജഷൻസൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.